അർദ്ധവാർഷിക പരീക്ഷ 7ാം ക്ലാസ് ഫിഖ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന നല്ല ഉപകാരപ്രദമായ വീഡിയോ ആണ്. മുഴുവൻ തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ 7 നൽകിയിട്ടുണ്ട്. 7 ചോദ്യങ്ങളുണ്ട്. ശരിയായത് നമ്മൾ നേരെ എഴുതി കൊടുക്കണം. ദുൽഹിജ്ജ 9 എന്നറിയപ്പെടുന്നത് അറഫ ദിനത്തെയാണ്. റജബ് 27 മിഅറാജ് ദിനമായി അറിയപ്പെടും. ഷാബാൻ 15 ബറാത്ത് രാവ്. നാലാമത്തത് ഹജ്ജ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ 6ാം വർഷമാണ്. അഞ്ചാമത്തത് ഹജ്ജിൻ്റെ ഫറലുകളിൽ അറഫയിൽ നിൽക്കൽ അല്ലാത്തവ ഉംറക്കും ഫറലാണ്. 6 133 കിലോമീറ്റർ 2 മർഹലയാണ്. 7 595 ഗ്രാം 200 ദിർഹമാണ്. ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് കടക്കാം. പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ്. അതിൽ ഒന്നാമത്തത് ത്വഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ഛ വസ്തുക്കളെ ഡാഷ് തൊട്ട് വൃത്തിയാക്കലാണെന്നാണ് ബാക്കി വരുന്നത്. 2 6 തയമ്മുമിൻ്റെ ഫർദുകൾ, അതാണ് അവിടെ ബാക്കി വരിക. മൂന്നാമത്തത് മുഅല്ലലായ നജസ് കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. 4 മുക്കല്ലഫ് അല്ലാത്തവരുടെ സകാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ്. അഞ്ചാമത്തത് ഫിത്തുർ സക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമയ സമയമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേഗം അറിയണമെങ്കിൽ പാഠഭാഗവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാവണം. 1-2 തവണ എല്ലാ പാഠങ്ങളും വായിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മാർക്ക് നമുക്ക് ഫിഖിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തത് 2 വീതം എഴുതാം എന്നുള്ളതാണ്. വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ട് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക്സോ മറ്റോ അവസാനം കമൻറ്റായി അറിയിക്കുകയും ചെയ്യുക. മൂന്നാമത്തത് 2 വീതം എഴുതാം. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. എഴുതി വെച്ചോളൂ, എന്തായാലും പ്രതീക്ഷിക്കാം. അതിൽ സക്കാത്തിൻ്റെ അവകാശികൾ 2 എഴുതിയാൽ മതി, പക്ഷെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫക്കീർ, മിസ്കീന്, ആമിൽ, മുഅല്ലഫത്തുൽ ഖുലൂബ്, റിഖാബ്, ആരിം, ഫീ സബീലില്ല, ഇബ്നു സബീൽ. അപ്പോൾ ഇതിൽ നിന്ന് 2 എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തത് നോമ്പിൻ്റെ സുന്നത്തുകൾ. അത് നമ്മൾ കൂടുതലും ചെയ്യുന്നതായതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകും. അത് മനസ്സിലില്ലാത്തവരുണ്ടാവില്ല. അത്താഴം കഴിക്കുക, ആ അത്താഴം കഴിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ചെയ്യുന്നതല്ല. അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക. ഈത്തപ്പഴം അതില്ലെങ്കിൽ കാരക്ക, ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക. ബാക്കി 20ാമത്തെ പേജിലുണ്ട്. 2 ഉറപ്പായിട്ട് ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. അത്താഴം കഴിക്കുക, അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക. ഇത് 2. കാരണം നോമ്പ് തുറക്കുന്ന കാര്യം നമുക്ക് ഇഷ്ടമാണ്, അത്താഴം നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അത് പഠിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തത് ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള ഷർത്തുകളാണ്. ഹജ്ജും ഉംറയും നിർബന്ധമാവാനുള്ള ഷർത്തുകൾ: മുസ്ലിം ആവുക, എന്തെളുപ്പമാണ്. മുക്കല്ലഫ് ആവുക, അഥവാ പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടാവുക. പിന്നെ സ്വതന്ത്രരായ ആളുകൾക്ക് ഹജ്ജും ഉംറയും നിർബന്ധമുള്ളൂ. അതുപോലെ തന്നെ കഴിവുണ്ടാവുക. മുസ്ലിം ആവുക, മുക്കല്ലഫ് ആവുക, സ്വതന്ത്രനാവുക, കഴിവുണ്ടാവുക. ഇതാണ് ഹജ്ജും ഉംറയും നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. വളരെ എളുപ്പം. 4ാമത്തത് സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകാനുള്ള പ്രത്യേക ഷർത്തുകൾ: ഇദ്ദയിൽ അല്ലാതിരിക്കുക. അപ്പം മരിച്ച ഇദ്ദയോ തലാഖിൻ്റെ ഇദ്ദയോ ഒക്കെ ഉണ്ടാവും. ആ ഇദ്ദയിലാവാതിരിക്കണം. അവളുടെ കൂടെ ഭർത്താവോ മെഹ്റമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക. ഇത് സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകാനുള്ള പ്രത്യേക ഷർത്താണ്. ഹജ്ജിൻ്റെ ഫറലുകൾ: ഇഹ്റാം ചെയ്യൽ, അറഫയിൽ നിൽക്കൽ, ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യൽ, സൊഫാ മറുവയുടെ ഇടയിൽ 7 പ്രാവശ്യം സഈ ചെയ്യൽ. ബാക്കി 26ാമത്തെ പേജിലുണ്ട്. ഒക്കെ 1-2 മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ബ്രാക്കറ്റിൽ നിന്നൊക്കെ എടുത്ത് എഴുതാനാണെങ്കിൽ എല്ലാം അറിഞ്ഞിരിക്കണം, അതും ശ്രദ്ധിക്കുക. ഇനി 4ാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അതിലൊന്ന് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ടത് എന്ത്? ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഉഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ ഫദ്ലിക.
എന്നാണ് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ടത്. രണ്ടാമത്തത്, ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വാജിബുള്ള അമൽ ഏതാണ്? എല്ലാവർക്കും അറിയാം, ഹജ്ജും ഉംറയാണ്. കാരണം അധികം ആൾക്കാരും അത് കൂടുതലായി ചെയ്യുന്നവരല്ല, ഒരു പ്രാവശ്യം ചെയ്യുന്നവരാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർബന്ധമായി വരുന്നത് ഹജ്ജും ഉംറയാണ്. ഇനി ഖാഫിക്കാനി എന്താകുന്നു? എല്ലാ ചോദ്യപേപ്പറിലുള്ള ചോദ്യമാണ്. 2 മാർക്ക് നമുക്ക് ഇതിലൂടെ തന്നെ ഉറപ്പിക്കാം. ഖാഫിക്കാനി എന്താകുന്നു? മശ്രിഖ് വൽ മാരിബ്, മശ്രിഖും മാരിബുമാണ്. നാലാമത്തത്, ഖുർആനിൽ നോമ്പ് വാജിബാണ് എന്നതിൻ്റെ തെളിവ് എന്താണ്? ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫല്യസുംഹു. ഫമൻ ഒരാൾ, ഷഹിദ മിൻകുമു ഷഹ്റ റംലാ മാസത്തിൽ അവൻ പങ്കായാൽ, ഹാജറായാൽ, ഉണ്ടായാൽ, ഫല്യസുംഹു അവൻ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ. അതാണ് നോമ്പ് വാജിബാവുക എന്നതിൻ്റെ ഖുർആനിൽ നിന്നുള്ള തെളിവ്. ഇനി അഞ്ചാമത്തത്, ഇബ്നു സബീൽ എപ്പോഴാണ് സക്കാത്തിന് അവകാശിയാവുക? അവൻ്റെ യാത്ര ഹലാലാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താലാണ്. അപ്പം വഴിയാത്രക്കാരൻ സക്കാത്തിന് അർഹനാകുന്നത് എപ്പോഴാണ്? അവൻ പോകുന്ന യാത്ര ഹലാലായതും പിന്നെ സക്കാത്തിന് ആവശ്യമുള്ളവനാവുകയും ചെയ്യുമ്പോഴാണ്. ഇനി അടുത്തത് അഞ്ചാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. 1, ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ അല നിസാഹി ഹൽക്കുൻ ഇന്നമാ അല നിസായി അത്തഖ്സീറു. വടിക്കുക എന്നുള്ളത് സ്ത്രീകളുടെ മേലില്ല, വെട്ടുക എന്നതാണ് സ്ത്രീകൾക്കുള്ളത്. 2, ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇസ്ഔ നിങ്ങൾ ഉളരുക, ഫൈന സഅയ ഖദ് കുത്തിബ അലൈക്കും, നിങ്ങളുടെ ആ സഅയ് അത് എഴുതപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതന്നെ ചോദിക്കുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരുപാടെണ്ണം ഉണ്ടല്ലോ പൂരിപ്പിക്കാൻ ചോദിക്കാൻ. വ്യക്തമാക്കാം, ഇഅ്തികാഫ് നിസ്കാരത്തിൻ്റെ തുമഇനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടുകൂടി പള്ളിയിൽ താമസിക്കലാണ് ഇഅ്തികാഫ്. രണ്ടാമത്തത്, നോമ്പിൻ്റെ കഫാറത്ത് എന്താണ്? ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് നോമ്പിൻ്റെ കഫാറത്ത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നു, അതും കൂടെ നിങ്ങൾക്കൊന്ന് വായിക്കാവുന്നതാണ്. ഒരുപോലെ വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി കണ്ടതൊക്കെ മാർക്ക് ചെയ്ത് പഠിക്കുക. ഫിഖിന് പ്രത്യേകമായിട്ട് ഓരോ പാഠത്തിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്കത് പരീക്ഷയ്ക്ക് പോകുന്ന ആ സമയത്തൊക്കെ എളുപ്പം എടുത്ത് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട എല്ലാ പാഠങ്ങളും നന്നായി പഠിക്കുക. പാഠങ്ങളൊക്കെ നല്ലോണം വായിക്കണം കേട്ടോ, വിട്ടുപോകരുത്. കാരണം ആ നിലക്കായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, അതിൽ നിന്നുള്ള ഹദീസുകൾ, ആയത്തുകൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല രൂപത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഞങ്ങളുടെ വിജയം നിങ്ങളുടെ സപ്പോർട്ടാണ്. സബ്സ്ക്രൈബ് മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ലൈക്ക് അടിച്ചിട്ടുണ്ടാകും, ഒന്ന് ഉറപ്പുവരുത്തുക. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. പൊതുപരീക്ഷയ്ക്ക് വരാനിരിക്കുന്നുണ്ട്, നല്ല ക്ലാസ്സുകൾ നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യണം ഇൻഷാ അല്ലാഹ്.